ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലം. അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിവരങ്ങളാണ്. ഒരു മാസത്തെ അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. അതായത് കർക്കിടകം രാശിയിൽ ഇപ്പോൾ വ്യാഴം പൂർണ്ണ ബലവാനാണ്. അപ്പോൾ 9ാം ഭാവം ഭാഗ്യഭാവമാണ്. ആ ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യം കൂടെ ഈ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴത്തിനുള്ളതിനാൽ ഒരുപോലെ വ്യാഴം അനുഗ്രഹിച്ച് നിൽക്കുന്നു. ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ ആണല്ലോ പ്രഥമമായിട്ട് വേണ്ടത്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അതായത് തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ഉപജയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ധനസ്ഥാനത്ത് ശുക്രനുമുണ്ട്. അത് ഉപജയസ്ഥാനത്തിൻ്റെ അധിപനാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. പരീക്ഷയൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് കർക്കിടകം രാശിക്ക് 5ാം ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ പ്രബല ഗ്രഹമാണ്. അത് വിദ്യയുടെ ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായതിനാലും ബുദ്ധിയുടെ കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി അനുസരിച്ചും വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ ആ വിദ്യാഭാവത്തിലേക്ക്, ഉപരിപഠനത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടിയുള്ളതിനാൽ ടെസ്റ്റുകൾ എഴുതുന്നവരെ, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരെ, PSC പോലെയുള്ള ടെസ്റ്റുകൾ എഴുതുക, IELTS, MOH പോലെയുള്ള പരീക്ഷകൾ എഴുതുക, വിദേശത്തേക്കൊക്കെ പോകുവാൻ ആഗ്രഹിച്ച് പരീക്ഷകൾ എഴുതുക, നിരവധി പരീക്ഷകളുണ്ട്. അതൊക്കെ പാസ്സാകുന്നതിനൊക്കെയുള്ള അലസതയൊക്കെ വിട്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു സമയമാണ് ജൂലൈ മാസം. അത് ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ജോലിക്കായിട്ടൊക്കെ പരീക്ഷകൾ എഴുതുന്ന നിരവധി ടെസ്റ്റുകളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എഴുതുന്നവർക്കും വിജയിക്കുവാനും ഒക്കെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുവാനും ഒക്കെ യോഗമുണ്ട്. സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ കൂടെ ഒരു സഹായത്തിന് ഉണ്ടാകും. കുടുംബത്ത് പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. എല്ലാ തരത്തിലും സമാധാനവും ഐക്യവും ഒക്കെ കുടുംബത്ത് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ നല്ല ഒരു മാസമാണ്. ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനമായ 9ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ശുക്രൻ്റെ സ്ഥിതിയും ബലവാനായിട്ട് ഉള്ളതിനാൽ ശുക്രൻ്റെ അനുഗ്രഹത്താലും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താലും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും ഏജ് ഓവറായിട്ട് നിൽക്കുക, അതായത് പ്രായം തികഞ്ഞിട്ടും വിവാഹം നടക്കാതെ നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അത് യൗവനയുക്തരും മധ്യവയസ്കരും ഒക്കെ ആയിട്ടുള്ളവർ ഇപ്പോൾ ധാരാളമുണ്ട്. അവർക്കൊക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ വളരെ അനുകൂലമായിരിക്കുന്ന ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു സമയമാണ്. അതായത് ആ ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന സപ്തമഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ വളരെ സന്തോഷകരമായിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ, ഒരു വിവാഹം വന്ന് വാക്കായി ഉറപ്പിക്കുവാനൊക്കെ നല്ല അവസരമാണ്. വിട്ടുവീഴ്ചയിലൂടെയും അതുപോലെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ആലോചിച്ചാൽ അതൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്തെ സൂചിപ്പിക്കുന്ന ഭാവം, തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ നല്ല രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ഭാവത്തിലേക്ക് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഒരു ഭൂമി വന്നു ചേരുക, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുക, ബ്രോക്കറിംഗ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു അനുഭവങ്ങളൊക്കെ വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനോ ശമ്പള വർധനവ് വന്നു ചേരുവാനും ഒക്കെ ആ ഗ്രഹത്തിൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നു. അതുപോലെ തന്നെയാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരോ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ
ഒരു ജോലി വിട്ട് വേറൊരു ജോലിയിലേക്ക് മാറുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്. നല്ല ശമ്പള വർധനയോടുകൂടി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുവാൻ അതിനൊക്കെ അവസരം കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് നല്ല ഒരു അവസരം വന്നു ചേരുവാൻ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരും അതുപോലെ കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും ഒക്കെ അനുകൂലമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. പൊതുവെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് വലിയ അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാനും സൂചനയുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ഈ ചാനൽ ഫോളോ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.